ഹായ് ഹലോ. നമ്മളിന്ന് പോകുന്നത് നസ്രത്തിലേക്കാണ്. നസ്രത്ത് എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ നഗരമാണ് നസ്രത്ത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രധാനമായിട്ടും താമസിക്കുന്നത് അറബ് പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ അറബ് തലസ്ഥാനം എന്നാണ് ഈ നസ്രത്ത് അറിയപ്പെടുന്നത് തന്നെ. ഇങ്ങോട്ട് നോക്കി തന്നെ നമുക്ക് കാണാം വ്യത്യസ്തമായ കെട്ടിടങ്ങളും അവയുടെ ബോർഡിലെ അറബിക് ഭാഷയും പലതരത്തിലുള്ള കടകളും ഒക്കെയുണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും. ഞങ്ങൾ രാവിലെയാണ് വന്നത്, അതുകൊണ്ട് കടകളൊക്കെ തുറക്കുന്നതേ ഉള്ളൂ. ഇവിടെ പ്രധാനമായിട്ടും ഈശോയുടെ ബാല്യകാലം എല്ലാം ഈ നസ്രത്തിലായിരുന്നു കേട്ടോ. പിന്നെ മാതാവിൻ്റെ വീട്, യോസേപ്പിതാവിൻ്റെ വീട്, ഇതൊക്കെ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ മാതാവിൻ്റെ വീട് കാണിച്ചായിരുന്നല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യോസേപ്പിതാവിൻ്റെ വീടും യോസേപ്പിതാവ് പണി ചെയ്തിരുന്ന വർക്ക്ഷോപ്പും അതിൻ്റെ മേളിലാണ് ഇപ്പം പള്ളിയൊക്കെ പണിതേക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് അത് കാണാം. നമ്മൾ ഇന്നലെ കണ്ട മാതാവിൻ്റെ മംഗളവാർത്ത പള്ളിയുടെ തൊട്ടടുത്ത് ഒരു 200 മീറ്റർ മാത്രം വ്യത്യാസമേ ഉള്ളൂ യോസേപ്പിതാവിൻ്റെ വീട് ആ പള്ളിയും അടുത്തേക്ക്. ഇപ്പം നമ്മൾ യോസേപ്പിതാവിൻ്റെ പള്ളിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്റ്റാച്ചു ഇരിക്കുന്നതാണ്. അതായത് യോസേപ്പിതാവ് വളരെ മൂകനായി വിഷമിതനായി കണ്ണുകളൊക്കെ താഴ്ത്തി ഇരിക്കുന്നതിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. ഇതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ വിഷമിച്ചിരിക്കുന്ന യോസേപ്പിതാവിനെ പ്രതിനിധീകരിച്ചാണ് ഈ സ്റ്റാച്ചു ഇവിടെ പണിതിരിക്കുന്നത്. യോസേപ്പിതാവും ഈശോയും കൂടെ ഇരിക്കുന്നതും മാതാവ് പുറകെ നിൽക്കുന്നതുമായിട്ടും പിന്നെ ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് പഠിപ്പിക്കുന്നതും ഗബ്രിയേൽ മാലാഖ വന്ന് മാതാവിന് പ്രത്യക്ഷപ്പെടുന്നതും അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് യോസേപ്പിതാവിൻ്റെ വീടും പണിശാലയും ഇരുന്ന സ്ഥലം കാണാനാണ്. അവിടെ ഇപ്പോൾ ഒരു പള്ളിയാണ്. പള്ളിയുടെ അടിയിലാണ് ഈ യോസേപ്പിതാവിൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നതായിട്ട് വിശ്വസിക്കുന്നത്. അതായത് ഈ വഴിയെ പോകുമ്പോൾ വളരെ ഒരു എന്താ പറയുന്നത്, ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. കാരണം ചുറ്റും മരങ്ങളും ഒരു ഇളം കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. 12-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഒരു ദേവാലയം നിർമ്മിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ ദേവാലയം 1914 ഫ്രാൻസിസ്കൻ സഭ നിർമ്മിച്ച ദേവാലയമാണ്. ഇനി നമുക്ക് പള്ളിക്കകത്തേക്ക് കയറാം. പള്ളിക്കകത്തേക്ക് കയറി കഴിയുമ്പം ഇടത് ഭാഗത്ത് താഴോട്ടായിട്ട് ഒരു കോണിപ്പടി കാണാം. ഈ കോണിപ്പടി കൂടെ നമ്മൾ താഴോട്ട് ചെല്ലുമ്പോഴാണ് ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. യോസേപ്പിതാവിൻ്റെ വീടും പണിശാലയും ഒക്കെ ഉണ്ടായിരുന്ന ഇവിടെയാണ്. ഇത് കുറച്ച് കല്ലുകൾ പെറുക്കി വെച്ചേക്കുന്നതാണ്. അന്നത്തെ കാലത്ത് യോസേപ്പിതാവൊക്കെ നടന്നതിനെ സൂക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകമായി എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. ഇവിടെ കുറച്ച് ഈ പള്ളി ഉണ്ടായത് എങ്ങനെയാണ്, പള്ളിയുടെ ബേസ്മെൻറ്റിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളെല്ലാമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് ഇവിടെ താഴെ കുറേ ഗുഹകളുണ്ട്. 2 മീറ്ററും അതിൽ ആഴം, അതിനേക്കാളും കൂടുതൽ ആഴമൊക്കെ ഉള്ളതായ കുറേ ഗുഹകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് കോൺസ്റ്റന്റൈൻ കാലഘട്ടത്തിലുള്ള നസ്രത്തിൻ്റെ അവശിഷ്ടങ്ങളും അതൊക്കെയാണ് ഇതെല്ലാം കാണുന്നത്. അതായത് കോൺസ്റ്റന്റൈൻ 1-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അത്. ഇതാ ആ കാണുന്ന കറുത്ത മൊസൈക്കും അത് ആ സ്റ്റെപ്പുകളൊക്കെ കാണുന്നത് ഈ പള്ളിയുടെ ഏറ്റവും താഴത്തെ ബേസ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് പള്ളി എവിടെയാണ്, പള്ളിയുടെ താഴെയാണ് യോസേപ്പിതാവിൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴെ കിണർ കാണുന്നുണ്ട്. ആ കിണർ ഒക്കെ അന്നത്തെ കാലത്ത് യോസേപ്പിതാവും മാതാവും ഒക്കെ വെള്ളം എടുത്തിരുന്നതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കാണുന്നതാണ് യോസേപ്പിതാവും ഉണ്ണിയേശുവും മാതാവും ഒക്കെ താമസിച്ചിരുന്ന വീടും അവരുടെ പണിസ്ഥലങ്ങളും ഒക്കെയാണ്. അതിനെ പ്രതിനിധീകരിച്ചാണ് ചിത്രം അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഗുഹകൾ കുറച്ചുണ്ട്. 2 മീറ്ററും അതിൽ കൂടുതലും വലുപ്പമുള്ള കുറേ ഗുഹകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല, അത് ഗ്രില്ലൊക്കെ അടിച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ ആൾക്കാർ കൊണ്ടുവന്ന് അവരുടെ നിയോഗങ്ങളും പൈസയൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതാണ്. ഈ ഒരു ചുറ്റുവട്ടത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് യോസേപ്പിതാവൊക്കെ താമസിച്ചിരുന്നത് വിശ്വസിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കിണർ. ഈ കിണറ്റിൽ നിന്നാണ് അവർ പണ്ട് വെള്ളം എടുത്തിരുന്നു എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ ഈ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ട ഗുഹകളിലേക്ക് നമുക്ക് ചെന്ന് കാണാൻ പറ്റുമായിരുന്നു നേരത്തെയൊക്കെ. പക്ഷേ ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെയും യോസേപ്പിതാവിൻ്റെയും വിവാഹ നിശ്ചയ ഫോട്ടോ ആയിട്ടാണ് പ്രതിനിധീകരിച്ചേക്കുന്നത്. ഈ ഒരു ചിത്രം സൂചിപ്പിക്കുന്നത് യോസേപ്പിതാവ് ഉറങ്ങുമ്പോൾ മാലാഖ വന്ന് പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ്. അതുപോലെ ഈ ഒരു ചിത്രം യോസേപ്പിതാവിൻ്റെ അന്തിമ നിമിഷങ്ങളിൽ മാതാവും ഈശോയും അടുത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്.
യൗസേപ്പിതാവിൻ്റെ വീടിൻ്റെ പണിശാലയുടെയും മുകളിലായിട്ടാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. ഈ പള്ളിയിൽ ഒരുപാട് അലങ്കാരപ്പണികളൊന്നുമില്ല, പക്ഷെ നല്ല രീതിയിലുള്ള കുറേ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രം കാണിക്കുന്നത് യൗസേപ്പിതാവും ഉണ്ണീശോയും കൂടെ നിൽക്കുന്നതാണ്. ഇത് യൗസേപ്പിതാവിൻ്റെ അന്തിമ നിമിഷത്തിൽ മാതാവും ഈശോയും അടുത്തിരിക്കുന്ന ഒരു ചിത്രമായിട്ടാണ്. അതുപോലെ അടുത്ത അൽത്താരയിൽ കാണിച്ചിരിക്കുന്നത് ഒരു തിരുക്കുടുംബത്തിൻ്റെ ഫോട്ടോയാണ്. അതുപോലെ കുറേ പടങ്ങൾ ഈ പള്ളിയിൽ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ആശാരിപ്പണി ചെയ്യുന്നത് ഈശോയും യൗസേപ്പിതാവുമൊക്കെ ആശാരിപ്പണി ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് പണ്ട് കാലത്ത് മാമോദീസ തൊട്ടിലാണ്. ഈ കാണുന്നതാണ് മാതാവിൻ്റെ പള്ളി, അവിടെ കാണുന്നതാണ് യൗസേപ്പിതാവിൻ്റെ പള്ളി. ഇത് രണ്ടും തൊട്ടടുത്തടുത്ത് തന്നെ കേട്ടോ. ഇവിടം തൊട്ടാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ വീതി തുടങ്ങുന്നത്. നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, മാതാവ് എല്ലാ രാജ്യത്തും പ്രത്യക്ഷപ്പെട്ട്, അതിൻ്റെ തുടക്കമായിട്ടാണ്. പിന്നെ ഇത് ഗബ്രിയേൽ മാലാഖ മാതാവിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാതാവ് പേടിച്ചരണ്ട് നിൽക്കുന്നതിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ 2 വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഏതാണെന്നല്ലേ, ഖാനായിലെ കല്യാണ വിരുന്നിന് അവിടെ ആ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയും അവിടെ തൊട്ടടുത്തുള്ള വൈൻ ഷോപ്പും ഒക്കെ നമുക്ക് കാണാം. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.